പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇതുപോലൊരു മരപ്പാഴ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ അട്ടർ വേസ്റ്റിനെ അടിച്ചിറക്കി കൊള്ളാവുന്ന ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കാനില്ലേ? എല്ലാ കാലത്തും പിണറായിക്ക് കുഴലൂത്ത് നടത്തുന്നവർ മാത്രം പാർട്ടി സെക്രട്ടറി ആയാൽ മതിയോ? വിജയൻ സഖാവിനെ വലിച്ചു കീറുകയാണ് നട്ടെല്ലുള്ള സഖാക്കൾ. അവർ വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. MV ഗോവിന്ദനെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. വാ തുറന്നാൽ പാർട്ടിയെയും പാർട്ടിക്കാരെയും പ്രതിസന്ധിയിലാക്കുക, വലിയ താത്വികാചാര്യൻ കളിച്ച് മണ്ടത്തരം മാത്രം വിളമ്പുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ ആള് കാണിക്കാൻ ചെന്ന് പാർട്ടിയെ പടുകുഴിയിലാക്കുക. മടുത്തു, ഇതുപോലെ ഒരു മരപ്പാഴിനെ ഇനി ചുമക്കാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് സഖാക്കൾ പറയുന്നു. സോഷ്യൽ മീഡിയ MV ഗോവിന്ദനെ വാരി വലിച്ചിട്ട് അലക്കുകയാണ്. ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തനെ പാർട്ടി സെക്രട്ടറി ആക്കണം, പാർട്ടി തിരുത്തി തിരിച്ചു വരണം എന്നുള്ള മുറവിളിയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദന്റെ താത്വിക പ്രസംഗം സഹിക്കാനാകാതെ യോഗവേദി വിട്ട് PA മുഹമ്മദ് റിയാസ് മുങ്ങിയത് ഇപ്പോൾ വലിയൊരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിന്റെ തട്ടകമായ കോഴിക്കോട് ചെന്ന് കയറി വലിയ മണ്ടത്തരമാണ് MV ഗോവിന്ദൻ വിളിച്ചു കൂവിയത്. ഇതാണിപ്പോൾ വലിയൊരു ട്രോളിന് വഴിവെച്ചിരിക്കുന്നതും ഇതൊരവസരമാക്കിക്കൊണ്ട് സഖാക്കൾ എല്ലാവരും കൂടി ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയുമാണ്. ഗോവിന്ദന്റെ ദീർഘമേറിയ താത്വിക വിശകലനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് മടുത്തു തുടങ്ങി എന്നതിന്റെ വ്യക്തമായ തെളിവായിരുന്നു വേദിയിലുണ്ടായ സംഭവ വികാസങ്ങൾ. കേരളത്തിൽ ഇടതു ഭരണം നഷ്ടമായ ശേഷവും പാർട്ടി നേതൃത്വം അനാവശ്യ ന്യായീകരണങ്ങളുമായി മുന്നോട്ടു പോകുന്നതിൽ അണികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ന്യായീകരിച്ച് പ്രതിരോധത്തിലായ പാർട്ടി നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവും ഉയരുന്നു. പാർട്ടിയും ജനങ്ങളും അണികളും തമ്മിൽ വലിയ അകൽച്ചയിലാണെന്ന കേന്ദ്ര കമ്മിറ്റി തന്നെ അടുത്തിടെ വിലയിരുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ആ പരിപാടിക്ക് ചെന്ന് കയറി അത് കുളമാക്കിയാണ് ഗോവിന്ദൻ അവിടെ നിന്ന് മടങ്ങിയത്. പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരാൾ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നും മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ ഇതുപോലെ ഒരു പടുമാരണത്തെ കൊണ്ടിരുത്തി പാർട്ടിയെ നാണം കെടുത്തി എന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ വന്നതിന് ശേഷം, പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം ഈ പാർട്ടിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. പാർട്ടി സെക്രട്ടറി ആയിട്ട് ഗോവിന്ദൻ വന്നതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി പടുതോൽവിയാണ് ഏറ്റുവാങ്ങിയത്. മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വെറുപ്പിച്ചു. പലരും പാർട്ടി വിട്ട് പുറത്തുപോയി. പാർട്ടി വിട്ട് പുറത്തുപോയവരെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ഒരു മിടുക്ക് പോലും ഗോവിന്ദൻ ഉണ്ടായിരുന്നില്ല. പകരം അവരെ വീണ്ടും ചൊടിപ്പിക്കുന്ന നിലപാടുകളാണ് MV ഗോവിന്ദനിൽ നിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നുവെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചല്ലോ. G സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ അവിടെ പുഷ്പം പോലെയാണ് ജയിച്ചു കയറിയത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണ്, അവർ വിമതരാണ്. പക്ഷേ അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന തരത്തിലേക്കെന്നല്ല, അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ജനം പറഞ്ഞു തുടങ്ങിയില്ലേ? അതാരുടെ പിടിപ്പുകേട് കൊണ്ടാണ്? ഒരു കൂട്ടം ക്രിമിനലുകളെയാണ് MV ഗോവിന്ദൻ ഈ പാർട്ടിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങൾ തിരുത്തി തിരികെ വരും എന്ന് വായിട്ടലച്ചാൽ മാത്രം പോരാ ഗോവിന്ദ. പാർട്ടിയെ ഒരു തോൽവി ഏറ്റുവാങ്ങിയ പാർട്ടിയെ അവിടെ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ച് പണിപ്പെടേണ്ടി വരും. ജനകീയ പാർട്ടിയാക്കി ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടെത്തിക്കാൻ കുറച്ചധികം പണിയെടുക്കണം. ആ ഒരു കെൽപ്പ് ഗോവിന്ദൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ പലതവണ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർട്ടി സെക്രട്ടറി കസേരയിൽ നിങ്ങൾ പടുതോൽവിയാണ്, ലോക തോൽവി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട് നടന്ന പരിപാടിയിൽ MV ഗോവിന്ദൻ കാണിച്ചു കൂട്ടിയ ആന മണ്ടത്തരങ്ങൾ. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം പകുതിയാകുന്നതിന് മുൻപ് തന്നെ റിയാസ് വേദി വിട്ടുപോയതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഗോവിന്ദനെ പാർട്ടിക്കാർക്ക് മടുത്തു എന്നുള്ളതിന്റെ തെളിവാണിതെന്ന് ചർച്ചകൾ സജീവമാകുന്നു. എന്തിനാണ് ഗോവിന്ദനെ പോലൊരു വിഴുപ്പിനെ പാർട്ടി ചുമക്കേണ്ടത് എന്ന ചോദ്യം ഉയരുന്നു. സാധാരണ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുമ്പോൾ ആരും വേദിയിൽ നിന്നും പോകാറില്ല. എന്നാൽ ഗോവിന്ദനെ സഹിക്കാനേ കഴിയുന്നില്ല എന്ന് സൈബർ സഖാക്കളും സോഷ്യൽ മീഡിയയിൽ കത്തിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുവേദികളിൽ സാധാരണയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല എന്നിരിക്കെ റിയാസിന്റെ ഈ നടപടി വേദിയിലുണ്ടായിരുന്ന മറ്റു പ്രാദേശിക നേതാക്കളെയും വലിയ രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കി.
ഈ യോഗത്തിലെ കുറഞ്ഞ ജനപങ്കാളിത്തവും സംഘാടകരെയും നേതാക്കളെയും ഒരുപോലെ തന്നെ നിരാശരാക്കിയ സംഭവമാണ്. മുൻകാലങ്ങളിൽ CPM യോഗങ്ങളിൽ വൻ ജനക്കൂട്ടം അണിനിരന്നിരുന്ന സ്ഥാനത്താണ് കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ആളൊഴിഞ്ഞ കസേരകൾ വേദിയിൽ നിറഞ്ഞത്. സ്വന്തം കോട്ടയിൽ പോലും ജനങ്ങളെ ആകർഷിക്കാൻ നേതാക്കളുടെ പ്രസംഗങ്ങൾക്കാകുന്നില്ല എന്നത് CPM-ന് തിരിച്ചടി തന്നെയാണ്. നാട് മുഴുവൻ ആഘോഷ തിമിർപ്പിലായിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു ഗൗരവമുള്ള വിഷയം ആസ്പദമാക്കി യോഗം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ ന്യായീകരിക്കുന്നുണ്ട്. ജനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന വേളയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആളുകൾ കുറയാൻ ഇതും ഒരു കാരണമായെന്ന് സംഘാടകർ തന്നെ സ്വാഗത പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. സംഭവം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണനഷ്ടത്തിനും നേതാക്കളുടെ അഴിമതി ആരോപണങ്ങൾക്കുമിടെ സംസ്ഥാന സെക്രട്ടറിയെ വേദിയിലിരുത്തി മുൻ മന്ത്രി തന്നെ മുങ്ങിയ സംഭവത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതയാണോ അതോ പ്രസംഗത്തോടുള്ള കടുത്ത മടുപ്പാണോ കാരണം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ MV ഗോവിന്ദനെ വാരി വലിച്ചിട്ട് അലക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ ഗോവിന്ദനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ഗോവിന്ദന് ഒരു ജനക്കൂട്ടത്തെ പിടിച്ചിരുത്താനുള്ള കഴിവില്ല എന്നും വെറുതെ വാരി വലിച്ച് എന്തൊക്കെയോ വിളിച്ചു കൂവുന്നതല്ലാതെ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ഗോവിന്ദന് പോലും അറിയില്ല എന്നുള്ള വിമർശനങ്ങളും ട്രോളുകളും സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇനി നമുക്ക് ആധികാരികമായ, അതായത് ഈ പറയുന്ന MV ഗോവിന്ദൻ തന്നെ പറയുന്ന പോലെ താത്വികമായ ചർച്ചകളിലേക്ക് കടക്കാം. ആധികാരികമായി പറയുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, MV ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണം. പാർട്ടിക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ, ഒരു തോൽവിയിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് ഒരു പുതുമുഖമാണ് ആവശ്യം എന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ. അണികൾ തന്നെ പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ നേതൃത്വം ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാകുന്നില്ല? പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് ഗോവിന്ദൻ എത്തിയത് തന്നെ ഒരു ചതിയിലൂടെയാണ്. പിണറായി വിജയൻ കളിച്ച കളിയിൽ MV ഗോവിന്ദന് ലോട്ടറി അടിക്കുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ താല്പര്യം EP ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു. EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്നല്ലേ? MV ഗോവിന്ദൻ പിണറായിയെ പോലെ കുടുംബത്തിന് വേണ്ടിയാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് സെക്രട്ടറിയുടെ കസേരയിൽ കയറി കുത്തിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ EP ജയരാജൻ പാർട്ടിയോട് കൂറുള്ള ഒരാളാണ്. ഇപ്പോഴുള്ള നേതാക്കളിൽ മെച്ചം ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് EP ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. കോടിയേരി ബാലകൃഷ്ണന് താല്പര്യമുണ്ടായിരുന്നത് EP ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ കോടിയേരി വിട പറഞ്ഞതോടുകൂടി കോടിയേരിയുടെ വാക്ക് അതിനുപോലും പുല്ലുവില കൊടുത്തുകൊണ്ടായിരുന്നു പിണറായി വിജയൻ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി കസേരയിൽ കൊണ്ടിരുത്തിയത്. അതൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. എന്തെങ്കിലും വിമർശനങ്ങൾ തനിക്ക് നേരെ വന്നാൽ വെളുപ്പിക്കാൻ പാർട്ടി സെക്രട്ടറി ചാടി ഇറങ്ങണം. മുൻപൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ടായിരുന്നു. എന്നാൽ MV ഗോവിന്ദൻ ആ കസേരയിൽ കയറി ഇരുന്നതോടുകൂടി അതിൻ്റെ വില തന്നെ പോയിരിക്കുകയാണ്. MV ഗോവിന്ദനെതിരെ വിമർശനങ്ങൾ എത്രയോ തവണ ഉയർന്നു വന്നതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ MV ഗോവിന്ദനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നില്ലേ? പാർട്ടി സംവിധാനങ്ങളെ പ്രതിസന്ധിയിലാക്കി ചരിത്രപരമായ തോൽവി സമ്മാനിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് യഥാർത്ഥ പാർട്ടി വിരുദ്ധനെന്ന് TK ഗോവിന്ദൻ MLA തുറന്നടിച്ചു പറഞ്ഞില്ലേ? MV ഗോവിന്ദൻ G സുധാകരനെയും TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും ഒക്കെ വർഗവഞ്ചകർ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അതിന് നല്ല ഒന്നാം തരം മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു TK ഗോവിന്ദൻ ഇങ്ങനെ തിരിച്ചടിച്ചത്. വർഗവഞ്ചകൻ അത് MV ഗോവിന്ദൻ തന്നെയാണെന്ന്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി PK ശ്യാമളയെ അംഗീകരിക്കാനാകില്ല എന്ന് തൻ്റെ നിലപാടും അവിടുത്തെ ജനങ്ങളുടെ നിലപാടും ശരിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നായിരുന്നു വിജയിച്ചതിന് ശേഷം TK ഗോവിന്ദൻ പറഞ്ഞത്. തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തളിപ്പറമ്പിലുള്ള CPM-കാർ ആവർത്തിച്ചു പറഞ്ഞു, ഇത് മണ്ടത്തരമാണ്, ജയിക്കുന്ന ഒരു മണ്ഡലം കൊണ്ടുപോയി തൊലയ്ക്കരുത്, മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന്. പക്ഷെ കേട്ടില്ല. ഒരു MLA കസേര ചുളിവിൽ കിട്ടുകയാണെങ്കിൽ അത് തൻ്റെ കുടുംബത്തിരിക്കട്ടെ എന്നുള്ളതായിരുന്നു MV ഗോവിന്ദൻ മനക്കോട്ട കെട്ടിയത്. അത്യാർത്തി.